السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെയേറെ നിർണായകമായ രാത്രിയാണ്, വളരെയേറെ പോരിശകളും പുണ്യങ്ങളും നിറഞ്ഞ രാത്രിയാണ്. അഥവാ നാം ഒക്കെ പ്രതീക്ഷിച്ച ബറാഅത്തിന്റെ രാത്രിയാണ്. ബറാഅത്തിന്റെ രാത്രിയിലെ മുഴുവൻ പുണ്യവും നമ്മൾക്ക് കരസ്ഥമാക്കാൻ ഇപ്പോൾ മുതൽ തന്നെ ചൊല്ലി തുടങ്ങേണ്ട അത്ഭുതകരമായ ദിക്റുകളും സ്വലാത്തുകളും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് ചൊല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമ്മളെ മജ്ലിസിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 3 യാസീൻ ഓതി ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله مدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, മാതാപിതാക്കൾ, കുടുംബക്കാര്, ബന്ധപ്പെട്ടവര്, നമ്മളെ മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്കൊരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അകറ്റി തരണേ പടച്ചവനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ, അവരെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും അകറ്റി
മാറ്റി തരണേ അല്ലാ, നല്ല ജീവിതം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് സ്വലാത്തുൽ ഫാത്തിഹ ആണ്. എല്ലാവരും എന്റെ കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹി അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ ബറാത്തിന്റെ രാത്രിയിലടക്കം മഹാന്മാര് നമ്മളോട് ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീബിയോട് അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 ഇസ്മുകൾ ചേർന്ന അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക
أستغيث يا حي يا قيوم برحمتك 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 أستغيث സ്വീകരിക്കണേ റബ്ബേ കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളെ എല്ലാ കഷ്ടപ്പാടുകളും അകറ്റി തരണേ റബ്ബേ ഈമാൻ നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് നമ്മളെ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയാണ് മഹാന്മാര് ചൊല്ലിയ അമ്പിയാക്കൾ ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ആത്മാർത്ഥമായി നമ്മൾക്ക് ചൊല്ലാം ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ 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 حسبي الله ونعم الوكيل 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 സ്വീകരിക്കണേ റബ്ബേ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാഹ് ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് നിന്റെ കാവല് നൽകണേ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ആ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ ദുരന്തങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ് ഈ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനകോടി ആളുകൾക്ക് നരകമോചനം നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെടണം. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ പെടണം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നരകമോചനം കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവർക്ക് നരകമോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ
النار اللهم أجرني من 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 النار നരകമോചനം നൽകണേ അല്ലാ നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ കാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കാക്കണേ അല്ലാ കുടുംബക്കാരെ കാക്കണേ അല്ലാ സ്നേഹിച്ചവരെ കാക്കണേ അല്ലാ ഭക്ഷണം തന്നവരെ കാക്കണേ അല്ലാ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ നരകമോചനം നൽകണേ അല്ലാ ഇന്നത്തെ രാത്രി നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഹബീബായ തങ്ങൾ ചൊല്ലിപ്പോന്നിരുന്ന അത്ഭുതകരമായ ആ പ്രാർത്ഥനയാണ്. നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ വിഷമങ്ങൾ അകറ്റണേ റബ്ബേ, എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ വിഷമങ്ങൾ അകറ്റണേ അല്ലാ ഞങ്ങളെ ടെൻഷനുകൾ അകറ്റണേ അല്ലാ ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റണേ അല്ലാ നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന അതിമഹത്തായ ദിക്ർ ചൊല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 لا حول ولا قوة إلا بالله العلي العظيم 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 إن شاء الله إن നമ്മൾക്ക് ബറക്കത്തിന് വേണ്ടി അല്പം അഫ്ളലുൽ ദിക്ർ ചൊല്ലാം لا إله إلا الله 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ഈമാൻ നന്നാക്കി തരണേ അല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ കടബാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ നിന്റെ കാരുണ്യം നൽകണേ അല്ലാ നരകമോചനം നൽകണേ അല്ലാ സ്വർഗപ്രവേശനം നൽകണേ അല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ബാങ്കിലേക്ക് വീടിന്റെ ആധാരം കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട് സ്വർണം കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട് കാക്കണേ റബ്ബേ അത്തരം മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ നല്ല വീട് കൊടുക്കല്ല വിവാഹ തടസ്സങ്ങളെ നീക്കി കൊടുക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ഹോസ്പിറ്റലിലെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ അല്ലാ ഇനി നമ്മൾക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലാം
أستغفر الله العليم 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 സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, പൊറുക്കണേ റഹ്മാനെ, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാ, അറിയാതെ ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാ, മനഃപൂർവ്വം ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാ, നിന്റെ അടിയാറുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ ചെയ്ത കുറ്റങ്ങളാൽ ഞങ്ങളെ കുടുംബങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ കഠിനമായി ശിക്ഷിക്കല്ല അല്ലാ, എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാ. നിന്റെ ദർബാറിലേക്ക് ദാറുൽ മുബീൻ മജ്ലിസിന്റെ മുത്തുമുഅ്മിനീങ്ങൾ കരങ്ങൾ ഉയർത്തിയത് ഖായിബായി ഖാസിറാക്കി മടക്കല്ല അല്ലാ, സ്വീകരിക്കണേ അല്ലാ, പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ, പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്വീകരിക്കണേ അല്ലാ, ചൊല്ലിയ ദിക്റുകൾ മുഴുവനും സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരുടെയും മരണപ്പെട്ടവരുടെ ആണ്ടാണ്, കുടുംബക്കാരുടെ മാതാപിതാക്കൾ സഹോദരന്മാരെ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ, നല്ല വീടും സ്ഥലവും ഉണ്ടാവാൻ, വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റുപോകാന്, മക്കളുടെ വിവാഹം ശരിയാവാന്, നല്ല മക്കൾ ഉണ്ടാവാന്, ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി, അസുഖങ്ങൾ മാറാന്, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പോവാണ്. പല ആളുകളും ജയിലിലാണ്, ഇല്ലാത്ത കേസും പറഞ്ഞ് ജയിലിലിട്ട ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി കിട്ടാത്ത ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് കാലമായി ജോലി ചെയ്ത ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ദുഃഖങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കത്തിൽ ഓതി, ഈ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദതൈനും ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا
മൗലാന വശഫീന മുഹമ്മദ് അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ചൊല്ലിയത് കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ അകറ്റിത്തരണേ റബ്ബേ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗമുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുണ്ട്, എയ്ഡ്സ് ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, വൃക്കക്ക് പ്രശ്നമുള്ള ആളുകള്, കിഡ്നി സംബന്ധമായ പ്രയാസമുള്ള ആളുകള്, പുറത്തു പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകളുണ്ട്, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ മഹൽ ഫദ്ല് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലുള്ളവർക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ ഇല്ലാതെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എന്ത് രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും എടുത്തു മാറ്റണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, കടം കാരണം ബുദ്ധിമുട്ടിലാണ്. എല്ലാവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങള് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങള് മരിച്ച് ഞങ്ങളെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെക്കുമ്പോ അതാ ഇവനൊരു കടക്കാരനാണെന്ന് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. കടക്കാരായി ജീവിച്ച് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ല അല്ലാഹ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ആ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. ബാങ്കിലാണ് ആധാരമെന്ന് പറഞ്ഞ് പ്രയാസം പറഞ്ഞവരുണ്ട്, ജപ്തിയുടെ നോട്ടീസ് എത്തിയ ആളുകളുണ്ട്. കാക്കണേ റഹ്മാനെ, അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ബാങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വെച്ച് പ്രയാസപ്പെടുന്ന ആളുകള് കാത്തോളണേ അല്ലാഹ്. ആ മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റ് കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് നല്ല വിലക്ക് വിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. വീട് പണി തുടങ്ങിയവരുടെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഉള്ള വീട്ടില് ഖൈർ നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ റബ്ബേ. സന്തോഷം നൽകണേ അല്ലാഹ്. റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കല്ല. ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. പഠിച്ച മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കല്ല. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കല്ല. ഉള്ള ജോലിയിൽ നല്ല സാലറിയിൽ ശമ്പളത്തിൽ വർധനവ് നൽകല്ല. കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്. കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകള്, ജോലി ചെയ്തിട്ട് അതിന്റെ ശമ്പളം കൊടുക്കാതെ പ്രയാസപ്പെടുന്ന ആളുകള്, എത്രയും പെട്ടെന്ന് അവർക്ക് അർഹമായ ക്യാഷ് അവരെ കയ്യിലേക്ക് എത്തിക്കണേ റബ്ബേ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹായ ജീവിതം നൽകണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. ഉള്ള മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാഹ്. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കള് കാരണം ഞങ്ങൾ അഭിമാനം നഷ്ടപ്പെടുത്തരുത് അല്ലാഹ്. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. മദ്രസയിലും സ്കൂളിലും കോളേജുകളിലൊക്കെ പരീക്ഷ എഴുതുന്നവർക്ക് ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. നല്ല മാർക്കോടെ പാസ്സാകാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതിനുവേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. മക്കൾക്ക് നല്ല സ്നേഹം നൽകണേ അല്ലാഹ്. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ അല്ലാഹ്. സ്നേഹമുള്ള ഭാര്യമാരാക്കണേ അല്ലാഹ്. സ്നേഹമുള്ള ഭർത്താക്കന്മാരാക്കണേ റബ്ബേ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നൽകണേ റഹ്മാനെ.
ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ല. ഖുർആൻ ഓതാനുള്ള മനസ്സ് നൽകണേ അല്ല. ദിക്ർ ചെല്ലാനുള്ള മനസ്സ് നൽകണേ അല്ല. നിന്നിലേക്ക് അടുക്കാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ല. പിശാചിന്റെ ശർറുകളെ തൊട്ട് കാക്കണേ അല്ല. സിഹറന്മാരെ തൊട്ട്, അതുപോലെ കണ്ണേറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അസൂയാലുക്കളെ തൊട്ട് കാത്തോളണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ മേഖലകളിലും നിന്റെ ബറക്കത്ത് നൽകല്ല, നിന്റെ സഹായം നൽകല്ല, നിന്റെ സംരക്ഷണം നൽകല്ല, നിന്റെ കാവല് നൽകല്ല. അപകടങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല. ആക്സിഡന്റ് പോലത്തെ ഷെറുകളെ തൊട്ട് കാക്കണേ അല്ല. പിടിമൃഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല. കവർച്ചക്കാരെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളെ റൗളയിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ എന്ന് പറയാൻ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ പ്രത്യേക സംരക്ഷണം നൽകണേ അല്ലാ. ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളെ കാക്കണേ അല്ലാ. അവരെ പൊരുത്തം നൽകണേ അല്ലാ. അവർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ അല്ലാ. അവരെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല. ഇനിയും അവരോടൊത്ത് ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല. ഭാര്യ മക്കളെ ഭർത്താക്കന്മാരെ കാക്കണേ റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല. ഭാര്യ മക്കളെ ഭർത്താക്കന്മാർക്കൊക്കെ റാഹത്ത് നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അതേ ഞങ്ങളെ അയൽവാസികള്, വല്ലുപ്പ വല്ലുമ്മമാര്, പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് സഹായിക്കുന്ന ഒരുപാട് ആളുകള്, ജോലി ചെയ്യുന്ന സമയത്ത് ഭക്ഷണം തരുന്ന ഒരുപാട് ആളുകള്, അതുപോലെ മുത്തുമുഅ്മിനീങ്ങൾ, ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. എല്ലാവരുടെ ദുഃഖങ്ങളും അകറ്റി കൊടുക്കല്ല, എല്ലാവരുടെ വിഷമങ്ങളും അകറ്റി കൊടുക്കല്ല, എല്ലാവരുടെ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ അല്ല. മക്കളെ കെട്ടിച്ച വീട്ടിലെ സന്തോഷം നൽകണേ അല്ല. അമ്മായിമാക്ക് നല്ല സ്നേഹം നൽകണേ അല്ല. അമ്മോസിന് സ്നേഹം നൽകണേ അല്ല. ഭർത്താവിന് സ്നേഹം നൽകണേ അല്ല. അതുപോലെ തന്നെ സ്നേഹമുള്ള മരുമക്കളാക്കണേ അല്ല. സ്നേഹമുള്ള മരുമക്കളാക്കണേ അല്ല. സംരക്ഷിക്കുന്ന ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മരുമക്കളാക്കണേ റഹ്മാനെ. എല്ലാവരുടെ കുടുംബ ജീവിതത്തിലും സന്തോഷം നൽകണേ അല്ല. എല്ലാവരുടെ കുടുംബ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ല. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കല്ല. ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. അവരെ ഖബർ വിശാലമാക്കല്ല, സ്വർഗമാക്കല്ല, റാഹത്തിലാക്കി കൊടുക്കണേ അല്ല. പലരുടെയും മാതാപിതാക്കളെ, കുടുംബക്കാരുടെ, ജ്യേഷ്ഠനിയന്മാരുടെ, സഹോദരന്മാരുടെ, ഭർത്താക്കന്മാരുടെ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഖബറും സ്വർഗമാക്കല്ല, റാഹത്തിലാക്കി കൊടുക്കണേ അല്ല. പാപങ്ങൾ പുറത്തു കൊടുക്കണേ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റണേ അല്ല. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ രാജാതിരാജനായ റബ്ബേ, അവസാനം ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല. പടച്ചവനെ, ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ല. ഞങ്ങളെ ഇബാദത്തുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ല. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ല. എല്ലാവരുടെ ജോലിയിലും വലിയ ബറക്കത്തും ഉന്നതമായ വിജയവും നൽകണേ അല്ല. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും നിനക്കറിയാം. എല്ലാം പൂർത്തീകരിച്ചു നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്
എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ ക്ലാസ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് 6 മണിക്ക് മജ്‌ലിസിൽ പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് അപ്പോൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളും ദിക്റിന്റെ മഹത്വം, ദുആഇന്റെ മഹത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അതിലും എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.